ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 7 NCERT സോഷ്യൽ സയൻസ് സിവിക്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 ഓൺ ഇക്വാലിറ്റി ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ലിങ്കിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അതർ കൈൻഡ്സ് ഓഫ് ഇക്വാലിറ്റി. Kanda is one of many people who live in democratic India and who have the right to vote, but whose daily living and working conditions are far from equal. അതായത് കാന്ത ഒരു മെനി പീപ്പിളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ ഒരു കുറേ ജനങ്ങളുടെ ഇടയിലാണ് ഒരു കാന്തയാണ്, ഒരു ജനങ്ങളുടെ ഇടയിലുള്ളതാണ്. ഓക്കെ, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോഴാണ് അപ്പോൾ അതിൽ ഈക്വലായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. വർക്കിംഗ് ആയാലും ആ ഒരു കണ്ടീഷനിൽ ഫാർ ഫ്രം ഈക്വലാണ്. Apart from being poor, people in India experience inequality in different ways. Let us see what this means by reading the two stories given below. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള 2 സ്റ്റോറീസ് പഠിച്ച് നമുക്ക് ആ ഒരു ഇക്വാലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈച്ച് ഓഫ് ദീസ് ഈസ് ബേസ്ഡ് റിയലി ഇൻസിഡൻസ് ഇൻ പീപ്പിൾസ് ലിവ്സ് ആൻഡ് റിഫ്ലെക്ട്സ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഇക്വാലിറ്റി എക്സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു യഥാർത്ഥ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് വൺ ഓഫ് ദ മോർ കോമൺ ഫോംസ് ഓഫ് ഇൻഇക്വാലിറ്റി ഇൻ ഇന്ത്യ ഈസ് ദ കേസ്റ്റ് സിസ്റ്റം. ആ ഒരു കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ ഇന്ത്യയിൽ കേസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗ്യ ഇതിൽ ഇൻഇക്വാലിറ്റി വരുന്നത് അല്ലേ. ഇഫ് യു ലിവ് ഇൻ റൂറൽ ഇന്ത്യ, യുവർ caste identify is something that you probably learned or experienced very young. അതായത് ഇഫ് യു ലിവ് ഇൻ എ വില്ലേജ് ഇന്ത്യയിൽ ഒരു വില്ലേജ്, റൂറലാണ് വില്ലേജ്. റൂറൽ എന്ന് പറഞ്ഞെങ്കിൽ വില്ലേജാണ്. അപ്പോൾ അതൊക്കെയാണ് വില്ലേജിൽ വെരി യങ്. ഇഫ് യു ലിവ് ഇൻ അർബൻ ഇന്ത്യ, സം ഓഫ് യു might think that people longer believe in case, but just look at this newspaper and you will see how important the issue. അപ്പോൾ ഇതൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. continues to be might have highly educated urban Indians. Now let us read a story about the experience of a Dalit child attending school. You have already read about Dalits in class 6. നമ്മൾ അപ്പോൾ ക്ലാസ് 6 ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഡാലിറ്റിൻ്റെ ഒരു സ്റ്റോറി, ഡാലിറ്റിനെ പറ്റിയിട്ടൊക്കെ. യൂസ് ടു അഡ്രസ് ദംസെൽഫ്. ഡാലിറ്റ് മീൻസ് ബ്രോക്കൺ. ഡാലിറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ ബ്രോക്കൺ, പാവപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ എന്നാണ് അവരൊരു പോയിന്റ് വിളിക്കുന്നത് അല്ലേ. They were and continue to seriously described against. Okay, Om Prakash Valmiki 1950-2013 is a famous Dalit writer. In his autobiography Judan, he writes, I had to sit away from the others in the class and had to on the floor. അപ്പോൾ ഞാൻ ദൂരെ, ഓം പ്രകാശ് വാൽമീകി എന്നാണ് ഈ ഒരു ഫേമസ് ഡാലിറ്റ് റൈറ്ററിൻ്റെ പേര്. 1950 മുതൽ 2030 വരെയാണ് അദ്ദേഹം ഫേമസ് ഡാലിറ്റ് റൈറ്റർ ആയത്. ഓട്ടോബയോഗ്രാഫി ജൂദാൻ എന്നാണ് ഇവരുടെ പേര്. ഹി റൈറ്റ്സ് ഐ ഹാഡ് ടു സിറ്റ് അവേ ഫ്രം ദ അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വളരെയധികം ദൂരെയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇരുന്നത്. നിലത്താണ്, ഡോറിൻ്റെ അരികിലായിരുന്നു ഇരുന്നത്. ഇൻ ക്ലാസ് 6 ഞാൻ ക്ലാസ് 6 പഠിക്കും. പിന്നെ വെറുതെ തന്നെ ഒരു കാരണമില്ലാതെ മാസ്റ്റർ എന്നെ തല്ലുകയും ചെയ്യും. വെൻ ഹി ഇൻ ക്ലാസ് 6 പഠിക്കുമ്പോൾ ദ ഹെഡ് മാസ്റ്റർ ആസ്ക് ടു ഓം പ്രകാശ് ടു സ്വീപ് ദ സ്കൂൾ ആൻഡ് ദ പ്ലേ ഗ്രൗണ്ട്. ഓം പ്രകാശിൻ്റെ മാസ്റ്റർ എന്ത് പറഞ്ഞു, ക്ലാസ് 6 സ്വീപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അടിച്ചു വാരാൻ വേണ്ടി പറഞ്ഞു. പ്ലേ ഗ്രൗണ്ട്സും സ്കൂൾ മുഴുവനും ഓം പ്രകാശ് ടു സ്വീപ്പ്. ഹീ റൈറ്റ്സ്, അതൊക്കെ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ദ പ്ലേ ഗ്രൗണ്ട് വാസ് ലാർജർ ആൻഡ് ദെൻ സ്മോൾ ഫിസിക്കി വുഡ് ഹാൻഡ് ഇൻ ദ ക്ലീനിങ് ഇറ്റ്. അത് അതിലും വളരെയധികം കഷ്ടപ്പാടാണ്. വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ് അവിടെ ഉള്ളതല്ലേ. മൈ ഫേസ് വാസ് കവേർഡ് വിത്ത് ഡസ്റ്റ് ഹാഡ് ഗോൺ ഇൻസൈഡ് മൗത്ത്.
മൗത്ത് എൻ്റെ വായയുടെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടാവും ഡസ്റ്റ് എന്നാണ് പറയുന്നത്. ദ അതർ ചിൽഡ്രൻ ഇൻ മൈ ക്ലാസ് വർ സ്റ്റഡിങ് ആൻഡ് ഐ വാസ് സ്വീപ്പിംഗ്. മറ്റുള്ള കുട്ടികൾ പഠിക്കുകയും ഞാൻ അടിച്ചു വാരുകയാണ് ചെയ്യുന്നത്. ഹെഡ് മാസ്റ്റർ വാസ് സിറ്റിംഗ് ഇൻ ഈസ് റൂം ആൻഡ് വാച്ചിങ് മീ. ഹെഡ് മാസ്റ്റർ എന്നെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഐ വാസ് നോട്ട് എവൺ അലൗഡ് ടു ഗെറ്റ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ. വെള്ളം കുടിക്കാൻ പോലും എനിക്ക് സമ്മതമുണ്ടായിരുന്നില്ല. ഐ സെറ്റ് ദ വോൾ ഡേ ഫ്രം ദ ഡോർസ് ആൻഡ് വിൻഡോസ് ഓഫ് ദ സ്കൂൾ റൂംസ്. ദ ഐസ് ഓഫ് ദ ടീച്ചർ ആൻഡ് ബോയ്സ് സോ ദിസ് സ്പെക്ടാക്കിൾ. ഓം പ്രകാശ് വാസ് മെയ്ഡ് ടു സ്വീപ് ദ school and the playground for the next couple of days, and this only come to end when his father. അപ്പോൾ തൻ്റെ ഫാദർ സ്കൂളിൽ വന്നപ്പോൾ കണ്ടു മറ്റുള്ള കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ തൻ്റെ മകൻ സ്വീപ്പ് ചെയ്യുന്നത്, മുറ്റും പ്ലേഗ്രൗണ്ടൊക്കെ അടിച്ചു വാരുന്നത്. ഹൂ ഹാപ്പൻ ടു ബി പാസിങ് saw his son sweeping. He confronted the teachers and they walking away from the school holding Om Prakash's hand. He said loudly for all of them to hear, "You are a teacher, so I am leaving now. But remember that a much master, he will study right here in this school, and not just him, but there will be more school, and not just him, but there will be more coming after him." നിങ്ങൾ ഒരു ടീച്ചറാണോ? സോ ഐ ആം ലിവിങ് നൗ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ബട്ട് റിമെമ്പർ ദാറ്റ് മച്ച് മാസ്റ്റർ. പക്ഷെങ്കിൽ അതിനേക്കാൾ നല്ല ഒരു മാസ്റ്റർ ഇവിടെ ഉണ്ടാവും. ഹീ വിൽ സ്റ്റഡി റൈറ്റ് ഹിയർ ഇൻ ദ സ്കൂൾ ആൻഡ് നോട്ട് ജസ്റ്റ് ഹിം, ബട്ട് ദർ വിൽ ബി എ മോർ കമ്മിങ് ആഫ്റ്റർ. ഇതിനേക്കാൾ നല്ല ഒരു മാസ്റ്റർ ഇവിടെ എന്തായാലും വരും. The second story is based on an incident that took place in our Indian larger cities and common practice in more parts of a country. It is a story about Mr. and Mrs. Ansari who were talking to rent an apartment in the city. Mrs. and Mr. Ansari ഒരു റെൻറ്റിന് വേണ്ടിയിട്ട് അന്വേഷിക്കുകയായിരുന്നു. They had to the money and so paying the rent was no problem. മണിയുണ്ട്, പക്ഷേങ്കിൽ റെൻറ്റ് കിട്ടുന്നില്ല. They went to property dealer for help to find a place. The dealer informed them that he knew about quite a few. The first apartment the Ansari liked it very much and decided to take it. However, when the landlady found out their names, she made an excuse about how she could not rent the house someone who ate meat because the building did not have any non-vegetarian residents. അപ്പോൾ ലാൻഡ് ലേഡി അപ്പോൾ അവർക്കൊരു റെൻറ്റ് കിട്ടി. അൻസാരിക്ക് ഒരു നല്ലൊരു റെൻറ്റ് കിട്ടി. പക്ഷേങ്കിൽ അവിടുത്തെ ഒരു ലാൻഡ് ലേഡി അൻസാരി എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കി. എന്താണ്, മീറ്റ് ഇവിടെ ആരും കഴിക്കലില്ല, അതുകൊണ്ട് ലാൻഡ് ലേഡിക്ക് ഓൺലി വെജിറ്റേറിയൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പം മീറ്റിൻ്റെ മണം ഉണ്ടാവും, അതുകൊണ്ട് അൻസാരിക്ക് റെൻറ്റ് തരികയില്ല എന്നാണ് പറയുന്നത്. ഇതൊരു എക്സ്ക്യൂസ് ആക്കിയതാണ് അൻസാരിയുടെ പേര് കേട്ടപ്പോൾ. Both Ansari and the property dealer was surprised to hear this because they could smell fish being cooked in the neighborhood's house. അവർക്ക് മീറ്റിൻ്റെ സ്മെല്ല് തന്നെ വളരെയധികം ഇഷ്ടമല്ലാത്തതാണ്. അതുകൊണ്ട് നൈബർഹുഡിൻ്റെ ഹൗസിലേക്ക് ആ ഫിഷിൻ്റെ സ്മെല്ല് അവിടത്തേക്ക് എത്തുമല്ലോ. അതുകൊണ്ട് the same excuse was repeated in the second and the third apartment. ഇതേ എക്സ്ക്യൂസ് തന്നെയാണ് ഏത് ഒരു രണ്ടിൽ അവർ ഇതാക്കുമ്പോൾ പേര് കേട്ടപ്പോൾ തന്നെ ഓരോ എക്സ്ക്യൂസ് പറയുകയാണ് ചെയ്തത്. Finally, the property dealer told them to might want to change their names. അപ്പോൾ ഡീലർ പറഞ്ഞു അൻസാരിയുടെ പേര് മാറ്റാൻ. മിസ്സസ് ആൻഡ് മിസ്സസ് കുമാർ എന്ന് പറഞ്ഞു, പേര് മാറ്റി. ദ അൻസാരി വേർ reluctant to do this and decided to look some more at the end. അപ്പോൾ അങ്ങനെ പേര് മാറ്റിയപ്പോൾ എന്ത് കിട്ടി? ഒരു റെൻറ്റ് കിട്ടി. landlady found a landlady who was willing to give them a place or rent. അപ്പം
ഒരു നല്ലൊരു സ്ഥലം കിട്ടി, അവിടെ താമസിക്കാനായി. അപ്പോൾ പേര് മാറ്റിയപ്പോൾ അതൊരു നല്ലൊരു റെൻറ്റ് കിട്ടി. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റോറി, മിസ്റ്റർ ആൻഡ് മിസ്സസ് അൻസാരിയുടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അടുത്ത കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.